രാഷ്ട്രീയ ഗവേഷകർക്കും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും കൗതുകമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം ജില്ലാ DCCയും നേമം കോൺഗ്രസ് കമ്മിറ്റിയും കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് നേമത്ത് ശബരിനാഥ് ജയിക്കും. അതെങ്ങനെ സംഭവിക്കുക? രാജ്യത്താകമാനം ശ്രദ്ധിക്കുന്ന, ഇനി എന്തെല്ലാം തലകുത്തി നിന്നാലും കേരളത്തിൽ BJP വട്ടപൂജ്യമായാലും നേമത്ത് ജയിക്കുമെന്ന് വിചാരിക്കുന്ന, അതിനുമുമ്പേ വളരെ മുമ്പേ തന്നെ ഞാനിതാ നേമത്താണ് സ്ഥാനാർത്ഥി, ഞാൻ MLA ആയി കഴിഞ്ഞു എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിപ്പുറപ്പെട്ട കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും പഞ്ചായത്ത് നഗരസഭ കൗൺസിൽ തെരഞ്ഞെടുപ്പിനും വലിയ ഭൂരിപക്ഷം BJPക്ക് നേടിക്കൊടുത്ത നേമം മണ്ഡലത്തിൽ അവിടെ പ്രവചനാതീതമാവുകയാണോ കാര്യങ്ങൾ എന്നുള്ളതാണ്. ശബരിനാഥിൻ്റെ ഈ അവകാശവാദം കൂടി ആകുമ്പോൾ വളരെ വളരെ വലിയ കാര്യമാണ്. അവിടെ 80.62% ഈ അവിടുത്തെ പോളിങ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 69.81% അതിനേക്കാൾ ഒരു 70-11% വോട്ട് ഇപ്രാവശ്യം കൂടുതൽ ചെയ്തിട്ടുണ്ട്. SIR വന്നവരുടെ വോട്ടിൽ കുറവ് വന്നിട്ടുണ്ട്, എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. 2021 CPM ശിവൻകുട്ടി 38.24%, 55,838 വോട്ടിനാണ് BJPയിലെ കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ചത്. 3,949 വോട്ടിനാണ് കുമ്മനത്തെ തോൽപ്പിച്ചത്. 51,888, അതായത് 35.5%, 38% ശിവൻകുട്ടി പിടിച്ചപ്പോൾ 35% കുമ്മനം പിടിച്ചുകൊണ്ടാണ് വന്നത്. കോൺഗ്രസിലെ ശക്തനായ നേതാവ് 36,524, 25% വോട്ട് മാത്രമേ അവിടെ പിടിച്ചോളൂ. അവിടെ 25% നിന്ന് മാറി 44% ശബരിനാഥ് മാറുമെന്നും 40% ആര് മാറുമെന്നും നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ മാറുമെന്നും നമ്മുടെ ശിവൻകുട്ടി സാറ് 35% താഴുമെന്ന് പറയുന്നത് ഒരു അത്ഭുത കണക്കാണ്. അലാവുദ്ദീനും അത്ഭുത വിളക്കുമാണ്. അതേസമയം 10.81% വോട്ടിൻ്റെ വിജയമുണ്ട്. 2 വർഷം മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖറിന് 45% വോട്ട് കിട്ടി. തൊട്ട് പിന്നിലുള്ള ശശി തരൂരിനേക്കാൾ 22,126 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് 22,000 വോട്ട് കിട്ടിയ സ്ഥലത്ത് അതേ രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തോറ്റു പോകുമെന്ന് പറയുന്നത് വല്ലാത്തൊരു കണക്കാണ്. അങ്ങനെ തോൽക്കണമെങ്കിൽ 30,000-ഓളം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം ശബരിനാഥിന് വോട്ട് ചെയ്തിരിക്കണം. അങ്ങനെ വോട്ട് ചെയ്തു എന്നാണ് ശബരിനാഥിൻ്റെ പാർട്ടിയുടെ അവകാശമാണ്. അപ്പോൾ ഒരു ചോദ്യം, അതിലൊരു 10-13,000 വരുന്ന SDPI ആർക്ക് വോട്ട് ചെയ്തു? SDPI ശിവണ്ണൻ വോട്ട് ചെയ്യാൻ തീരുമാനിച്ച് ശിവണ്ണൻ്റെ കയ്യിൽ തോളിൽ കൈയിട്ടിരിക്കുന്ന വോട്ട് വ്യാപകമായി അവിടെ ഇറങ്ങിയപ്പോൾ ശിവണ്ണനല്ലേ 13,000 കൊടുത്തത്, ബാക്കി 17,000 അല്ലേ കിട്ടി? അതോ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മൊത്തം വോട്ടും ശബരിനാഥിന് കിട്ടിയോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61,227 വോട്ടാണ് രാജീവ് ചന്ദ്രശേഖരന് ലഭിച്ചത്. ഈ വോട്ടിൽ വർധന ഉണ്ടാകുമെന്നാണ് BJPയുടെ കണക്ക് കൂട്ടൽ. എന്തായാലും മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭൂരിപക്ഷവും LDFിലേക്ക് എത്തിക്കുമെന്നാണ് മറ്റൊരു കണക്ക് കൂട്ടൽ. നല്ല രസകരമായ കണക്കൂട്ടൽ തന്നെ. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കൂടും എന്നാണ് CPM അവകാശപ്പെടുന്നത്. കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകളും ഇരു മുന്നണിക്ക് നിർണായകമാണ്. ശബരിനാഥ് അപ്രതീക്ഷിതമായ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് UDFിൻ്റെ കണക്ക്. അപ്പോൾ UDF പറയുന്നത് 4,000-4,500 ഇടയ്ക്ക് വോട്ടിന് നേമത്ത് ശബരിനാഥ് ജയിക്കും. ഒരു 44% വോട്ട് പിടിക്കും. 40% വോട്ടായിരിക്കും രാജീവ് ചന്ദ്രശേഖർ പിടിക്കുക, ബാക്കി 35% വോട്ടായിരിക്കും ശിവൻകുട്ടി പിടിക്കുക എന്ന് പറയുന്നു. അങ്ങനെ എന്തായാലും വളരെ രസകരമായ ഒരു കാൽക്കുലേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ കഴക്കൂട്ടത്തോട്ട് വച്ച് പിടിച്ചാൽ മുരളീധരൻ പറയുന്നത് 1,500 വോട്ടിനകത്തെങ്കിലും ഏറ്റവും കുറഞ്ഞതെങ്കിലും മുരളീധരൻ ജയിക്കുമെന്നാണ്. 4,000 മുതൽ 8,000 വരെ വോട്ടിന് ജയിക്കുമെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. എന്നാൽ ഞങ്ങളും ഒട്ടും കുറയ്ക്കുന്നില്ല എന്നുള്ള നിലയിൽ 5,000 വോട്ടിന് ജയിക്കുമെന്ന് പറഞ്ഞ് ശരത്ചന്ദ്ര പ്രസാദും രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ശരത്ചന്ദ്ര പ്രസാദിൻ്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, ഒന്ന്, ശരത്ചന്ദ്ര പ്രസാദ് നാട്ടുകാരനാണ്, കടകംപള്ളി നാട്ടുകാരനാണ്, എന്നാൽ ശരത്ചന്ദ്ര പ്രസാദ് നാട്ടുകാരനാണ്. KSUവിൻ്റെ വലിയ നേതാവായിരുന്നു. ചെമ്പഴന്തി കോളേജിലാണ് പഠിച്ചത്. SNDPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഒന്നടങ്കം കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആര് ജയിക്കാൻ സാധ്യതയുണ്ട്? ശരത്ചന്ദ്ര പ്രസാദ്. പക്ഷേ ഇപ്പോഴും 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ രണ്ടാമത് മുരളീധരൻ തന്നെയാണ്.
അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ 2 മണ്ഡലം വളരെ ഷുവറായി തീർച്ചയായി സുനിശ്ചിതമായി BJP കിട്ടും എന്ന് BJP ദേശീയ തലത്തിൽ പോലും കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ 2 മണ്ഡലത്തിലും അട്ടിമറി നടന്നേക്കാം. അതിലേറ്റവും വലിയ അട്ടിമറി നേമത്താണ് നടക്കുന്നത്. ആ അട്ടിമറിയിൽ ശിവൻകുട്ടി അല്ല ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ യുവത്വം, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ മറ്റാൾ എഞ്ചിനീയറാണ് എങ്കിൽ പോലും MBA പോലുള്ള കാര്യങ്ങളിലെ വിദ്യാഭ്യാസം, അരുവിക്കരയിലെ മുൻ MLA, അതിലുപരി കാർത്തികേയൻ്റെ മകൻ, മതന്യൂനപക്ഷങ്ങളുടെ സ്വാധീനം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞങ്ങൾ ജയിക്കും എന്നാണ് ശബരിനാഥ് പറയുന്നത്. അത് സംഭവിക്കുമോ എന്ന് നമുക്ക് മെയ് 4 ഏകദേശം ഈ സമയമാകുമ്പോൾ അറിയാൻ പറ്റും നേമത്ത് എന്താ സംഭവിക്കുക. എന്തായാലും നേമത്ത് ഒരു അട്ടിമറി വിജയത്തിനാണ് ശബരിനാഥ് നിൽക്കുന്നത്. അതേസമയം ആ അട്ടിമറിയെ ഒരട്ടിമറിയുമില്ല. ഞങ്ങൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും കൗൺസിൽ തെരഞ്ഞെടുപ്പിനും പിന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനും ഞങ്ങൾ പിടിച്ച വോട്ട് അതേ രൂപത്തിൽ ഞങ്ങൾ കൂടുതൽ വോട്ട് പിടിക്കും എന്നുള്ള രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. എന്നാൽ 2 പ്രാവശ്യം അവിടെ ജയിക്കുകയും കുമ്മനം രാജശേഖരനെ പോലും തോൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള ശിവൻകുട്ടി അണ്ണൻ, നമ്മുടെ സ്വന്തം ഡെസ്കിലിരിക്കുന്ന അണ്ണൻ ഉണ്ട്. അണ്ണനെ നിയമസഭയിലേക്ക് ആവശ്യമുണ്ടെന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ അണ്ണൻ ജയിക്കും. അപ്പോൾ ശിവ അണ്ണൻ ജയിക്കുമോ അതോ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമോ അതോ 2 പേരെയും മലർത്തിയടിച്ചുകൊണ്ട് മല്ലൻ നമ്മുടെ ശബരിനാഥ് ജയിക്കുമോ എന്നുള്ളതാണ് നിയമം നമുക്ക് തരുന്ന ഒരു കാഴ്ച. അപ്പുറത്ത് അങ്ങനെ ഒരു കാഴ്ച ഇല്ലെങ്കിലും കഴക്കൂട്ടത്ത് ഈ 3 പേരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ വിജയം അവരുടെ ലിസ്റ്റിൽ അവർ എഴുതിയിട്ടുണ്ട്, അവരുടെ 100-ൽ അവർ എഴുതിയിട്ടുണ്ട്. കടകംപള്ളി 75, CPM-ൻ്റെ 90 സീറ്റ്, CPM പറയുന്ന 90 സീറ്റിൽ അവരെഴുതിയിട്ടുണ്ട്. പിന്നെ BJP-യുടെ സീറ്റിൽ മുരളീധരൻ്റെ പേര് BJP-യും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 മണ്ഡലങ്ങളും വളരെ രസകരമായ കൗതുകമുള്ള തെരഞ്ഞെടുപ്പാണ്. വലിയ ഭൂരിപക്ഷമാണ് അവിടെ, വലിയ വോട്ടിംഗ് ആണ് നടന്നത്. ജാതി സമവാക്യങ്ങൾ ഏത് വഴിക്ക് വഴിതിരിയും. ഇതിനിടയിൽ ശബരിമല വിഷയം ഉൾപ്പെടെ ആർക്കാണ് ഗുണം ചെയ്യുക? നേരത്തെയൊക്കെ ശബരിമല വിഷയം ഗുണം ചെയ്തിട്ടുള്ളത് UDF-നാണ്. ഇനി അത് മുരളീധരന് ഗുണം ചെയ്യുമോ? കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ നിന്ന് തന്നെ വെള്ളം കോരുകയും പാവിരിക്കുകയും പരമ്പിടുകയും ഒക്കെ ചെയ്ത് എല്ലാ പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള സകല രീതിയിലും ജനങ്ങൾ വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ച മുരളീധരൻ വാട്ടർലൂ ആകുമോ എന്നതും ഈ തെരഞ്ഞെടുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യമാണ്.